الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. أما بعد، فعن معاذ بن جبل رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: من كان آخر كلامه لا إله إلا الله دخل الجنة. رواه الإمام أبو داود. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു അനുഗ്രഹിച്ച് നമ്മളിലേക്ക് എത്തിച്ച പരിശുദ്ധ റമളാനിന്റെ ഒരുപക്ഷെ അവസാനത്തെ ദിനത്തിന്റെ സുബഹി നിസ്കരിച്ചാണ് നാം ഇരിക്കുന്നത്. അല്ലാഹു നമുക്ക് ബറക്കത്തുകൾ ധാരാളമായി നൽകട്ടെ. ഇതുവരെയായി അനുഷ്ഠിച്ച നോമ്പുകളും നിർവഹിച്ച നിസ്കാരങ്ങളും ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങളും മറ്റു കർമ്മങ്ങളും എല്ലാം അല്ലാഹുവിങ്കൽ സ്വീകാര്യമായതും നാളെ കണ്ണുകുളിർക്ക് കാണാവുന്നതുമായ കർമ്മങ്ങളാക്കി സ്വർഗവാതിലുകൾ അവസാനം എന്നുള്ള നിലയിൽ ഓർമ്മപ്പെടുത്താനുള്ളത് രക്ഷാവാക്യത്തെക്കുറിച്ചാണ്. പരിശുദ്ധ ഇസ്ലാമിലൊരു രക്ഷാവാക്യമുണ്ട്. ആ വാക്യം ഒരു മനുഷ്യന്റെ നാവിലൂടെ തുടർന്ന് വീണാൽ അവന് രക്ഷയുണ്ട് എന്നർത്ഥമാണ്. ആ വാക്യം ചൊല്ലാൻ കഴിയാതായി പോയാൽ അവന് രക്ഷയുടെ കാര്യത്തിൽ ഗ്യാരണ്ടിയില്ല എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ദൂതർ ഓർമ്മപ്പെടുത്തിയതാണ് മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളുടെ അവസാനത്തെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആയാൽ ദഖലൽ ജന്ന, ഓ സ്വർഗ്ഗത്തിൽ കടന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗവാതിലുകളിൽ ഒരു വാതിലാണ്. ആ വാതിൽ ഒരാൾക്ക് തുറക്കുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അത് റൂഹ് തിരിയാൻ നേരത്ത് നമുക്ക് ബോധത്തോടുകൂടെ ഉള്ളോർമ്മയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹനെ ഓർമ്മിച്ചുകൊണ്ട് അവന്റെ ഇലാഹിയത്തിനെ അംഗീകരിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടുമുള്ള ആ വാക്യം ഉരുവിടാൻ കഴിഞ്ഞാൽ നമുക്ക് സ്വർഗാണെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാറുണ്ട്. കാരണം അതെങ്ങാനും ചൊല്ലാൻ കഴിഞ്ഞാൽ അവന് രക്ഷപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു അടയാളവും ഉദാഹരണവുമാണ്. ജീവിതത്തിന്റെ അവസാനം ഈ വാക്കുകൊണ്ടാവണം. മനുഷ്യന് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയാണ് സംസാരശേഷി. ആശയവിനിമയം നടത്താൻ അക്ഷരങ്ങളും വാക്കുകളും കൂട്ടിയിട്ടുള്ള ഒരു വിനിമയ ക്രിയ അത് മനുഷ്യന് നൽകിയിട്ടുള്ളതാണ് ഈ സംസാരത്തിന് പറയുന്നത്. ഒരു മനുഷ്യൻ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കവേ വളർന്നു വന്ന് ഓരോ അക്ഷരങ്ങളും രണ്ടക്ഷരങ്ങളും കൂട്ടി പറഞ്ഞു പഠിച്ചു. അവസാനം വാക്കുകളും വാചകങ്ങളും പറയാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അവനൊരു വാചാലനായി മാറി. അവസാനം മരിക്കാൻ നേരത്ത് അവന്റെ ഈ വാക്കുകളുടെ വാചകങ്ങളുടെ സംസാരത്തിന്റെ എല്ലാം പര്യവസാനമായി ഈ കലിമത്തു തൗഹീദാണ് വരുന്നതെങ്കിൽ അവിടെ മനസ്സിലാക്കാം അവൻ ഈ മരണത്തിന്റെ ശേഷം ചെല്ലുന്ന ലോകം അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ ലോകമാണ് എന്ന്. മറ്റൊന്ന് ഹദീസിൽ തന്നെ കാണാം. ഒരു മനുഷ്യൻ ആദ്യമായി ചൊല്ലിത്തുടങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുഞ്ഞായിരിക്കവേ സംസാരിച്ച് പഠിച്ച് ശീലിച്ചു വരുന്ന ആ സമയത്ത് തന്നെ അവന്റെ ആ കൊഞ്ചിയുള്ള സംസാരത്തിനിടയിലും അവൻ ആദ്യമായി ചൊല്ലുന്ന വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ഒരു ജീവിതത്തിന്റെ അവസാനവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ ആയാൽ അപ്പൊ തുടക്കവും ഒടുക്കവും മനുഷ്യന്റെ പ്രത്യേകതയാണ് സംസാരം. ആ സംസാരത്തിന്റെ തുടക്കവും അതിന്റെ ഒടുക്കവും രണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കിട്ടിയാലോ ഹദീസിൽ കാണാം അതിനിടയിൽ അവനിൽ നിന്ന് വരുന്ന പാപങ്ങൾ മുഴുവൻ ഫസ്റ്റും ലാസ്റ്റും റെഡിയായിട്ടുണ്ട്. പിന്നെ ഇടയിലുള്ളത് ഇളവ് ചെയ്യാവുന്നതേ ഉള്ളൂ, അത് പുറത്തുപെടും. പിന്നെ ഒരു കുറ്റങ്ങൾ ഉണ്ടാവില്ല. ആഖിറത്തിലെത്തിയാൽ തുടക്കവും അതന്നെ കൊടുക്കും അതന്നെ. അതുകൊണ്ടാണ് നമ്മളെ ഉമ്മമാരും ഉമ്മുമ്മമാരും ഈ കുഞ്ഞുങ്ങളെ താലോലിക്കുമ്പോ ഈ കുഞ്ഞു പൈതലിനെ എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. കുഞ്ഞും ഉമ്മയും ഒരുമിച്ച് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആ ആട്ടത്തിനിടയിൽ അങ്ങനെ ഒരു ആട്ടം കണ്ടത് പിന്നെ ഇന്നലെ മിനിഞ്ഞാന്നാണ്. മ്യാൻമറിലെ ഭൂമി കുലുക്കം ഉണ്ടാകുന്ന അനുഭവപ്പെടുന്ന സമയത്ത് ആശുപത്രിയിൽ ആയമാർ ഈ കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യാണ്, ഇതിനനുസരിച്ച് ഇങ്ങനെ ആടിക്കൊടുക്കുകയാണ്. വല്ലാത്തൊരു രംഗമാണ്. കരയുന്ന ആട്ടമാണ്.
പക്ഷെ ഒരു ഉമ്മുമ്മ കുഞ്ഞിനെ മടിയിലെത്തി ആടുന്നത് ആനന്ദത്തിന്റെ ആട്ടമാണ്, ആ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതിന്റെ ആട്ടമാണ്. ആ ആട്ടത്തിനിടയിൽ ഈ ഉമ്മ അങ്ങനെ ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവ് വഴങ്ങി വരുന്നേ ഉള്ളൂ, പക്ഷെ ആ കുഞ്ഞിന്റെ ഈ കൊഞ്ചിക്കുഴഞ്ഞുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയായിട്ട് മാറുകയാണ് പിന്നെ ആ കുഞ്ഞുണ്ടായില്ല ചൊല്ലാണ്. അങ്ങനെ കുഞ്ഞിന്റെ ആദ്യ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മമാര് പരിശീലനം കൊടുക്കുന്നത്, പരിശ്രമിക്കുന്നത്. അത് ചെറിയൊരു വിഷയമൊന്നല്ല. അങ്ങനെ ആ കുഞ്ഞ് സംസാരിച്ചു തുടങ്ങട്ടെ, അവസാനം മരിക്കാൻ നേരത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ അവന്റെ അതിന്റെ ഈ രണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുകൾക്കിടയിലുള്ള പാപങ്ങൾ എല്ലാം അവന് പുറത്തു എന്നുള്ളതാണ്. അത്ര വലിയ ഭാഗ്യം. അപ്പൊ സ്വർഗവാതിലുകളിലെ അതിശ്രേഷ്ഠമായ ഒരു വാതിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷേ ആ വാതിൽ തുറന്നു കിട്ടണമെങ്കിൽ മരിക്കാൻ നേരത്തെ ഇത് ചെല്ലാൻ ഓർമ്മ വരണ്ടേ? അത് ഓർമ്മ വരണമെങ്കിൽ ജീവിതത്തിൽ ഉടനീളം ഇത് ഓർത്തുകൊണ്ടിരിക്കണം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം വരണം. അപ്പോഴേ ആ സമയത്ത് ഇത് ഓർമ്മിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇത് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് പെട്ടെന്ന് സഡൻലി അറ്റാക്ക് വന്നിട്ട് മരിക്കുകയാണ്, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ്, അവർക്കൊന്നും ഈ കരിമ ചൊല്ലാൻ കഴിയില്ല. ഈ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളും തരരുതേ പടച്ചോനെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നതിന്റെ പിന്നിലെ കാരണം ഇതൊന്നും ഓർമ്മിച്ചിട്ടൊരു വാചകം ചൊല്ലാനുള്ള സമയം കിട്ടണ്ടേ? കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുക എന്നുള്ളൊരു മുഅ്മിനിന്റെ ജീവിതത്തിന്റെ വല്ലാത്തൊരു അഭിലാഷമാണ്. ആ അഭിലാഷം അല്ലാഹു നമുക്ക് പൂവണിയിച്ച് തരട്ടെ. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരെയും കലിമ ചൊല്ലി അല്ലാതെ അല്ലാഹു മരിപ്പിക്കാതെ ഒറ്റ കാര്യം ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊന്നും അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആ സ്വർഗ്ഗത്തിൽ കടക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നത്, മനുഷ്യരെ ആളുകളുമായിട്ടുള്ള ഹക്കടപാടുകൾ ഉള്ള ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ എന്താ സ്ഥിതി? അങ്ങനെയുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടി, പക്ഷെ ഇയാൾക്ക് ദുനിയാവിൽ ജീവിച്ചപ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് ഹക്കടപാടുകളുണ്ട്. പൈസ വാങ്ങിയതെന്ന് കൊടുക്കാന്, കടയിൽ നിന്ന് സാധനം വാങ്ങിയത് കാശ് കൊടുക്കത്തില്ല, പലരെയും വഞ്ചിച്ചിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ചിലരെ ആക്രമിച്ചിട്ടുണ്ട്, കൈകൊണ്ട് ആക്രമിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നാവ് കൊണ്ട് ദ്രോഹിച്ചിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കണ്ടമാനം ഹക്കടപാടുകൾ ഉണ്ടെങ്കിലോ അയാൾ എങ്ങനെ പോകും? അതിനെപ്പറ്റി ചർച്ച ചെയ്ത് പറയുന്നു. അങ്ങനെ ആളുകളുമായിട്ടുള്ള ഹക്കടപാടുകൾ ഒന്നുമില്ലാതെ ഒരു ക്ലിയർ മാനാണെങ്കിൽ അയാൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതോടുകൂടി ആർക്കുമില്ലാത്ത ഗ്രേഡിലൂടെ ഏറ്റവും ഫസ്റ്റായിട്ട് സ്വർഗത്തിലേക്ക് ഒരു ഹിസാബ് പോലും ഇല്ലാതെ കടക്കാൻ കഴിയുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രത്യേകത. എയർപോർട്ടിലൊക്കെ ഗ്രീൻ ചാനലിലൂടെ വരിക പറഞ്ഞത് കുറച്ച് വേഗത്തിലാണ്, കാരണം അവർക്ക് പരിശോധന അത്രയും ഉഷാറുള്ള ആളാണ്. എങ്കിൽ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ആൾക്ക് മറ്റു ആളുകളുമായിട്ടുള്ള ഹക്കടപാടുകൾ ഇല്ല എങ്കിൽ അവർക്ക് ഇതേപോലെ തന്നെ വളരെ വേഗത്തിൽ ഗ്രീൻ ചാനലിലൂടെ എന്ന നിലയിൽ അവർക്ക് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ വേഗം ആദ്യ ബാച്ചായിട്ട് തന്നെ എത്താൻ കഴിയും. അതേസമയത്ത് ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ ആ ഹക്കടപാടുകൾ ആഖിറത്തിൽ വെച്ച് തീർത്തിട്ട് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച ആൾക്ക് തന്നെ അങ്ങനെ പറ്റുള്ളൂ. ആ ഹക്കടപാട് തീർക്കൽ എങ്ങനെ? ഇയാളെടുത്ത് കുറേ അമലുകളുണ്ടാവും, നോമ്പുണ്ടാവും, നിസ്കാരമുണ്ടാവും, ദാനധർമ്മങ്ങളുണ്ടാവും, ഹജ്ജുകളുണ്ടാവും, ഉംറകളുണ്ടാവും. ഇതിന്റെ ഒക്കെ പ്രതിഫലം എടുത്തിട്ട് ദുനിയാവിലായാലും ആർക്കൊക്കെ ഹക്ക് കൊടുക്കണം, കൊടുത്ത് ഇയാളുടെ നന്മകളൊക്കെ തീർന്നു. ഇയാളെടുത്ത് ഹക്ക് കിട്ടേണ്ട ആളുകൾ കുറെ ബാക്കിയാണ്. എന്ത് ചെയ്യും? ആ ആളുകൾക്ക് അവർ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് വർഷം കൊടുക്കേണ്ട ശിക്ഷ, ആ ശിക്ഷകളൊക്കെ ഇത് കഴിഞ്ഞല്ലോ, കൊടുക്കേണ്ടത് കഴിഞ്ഞു, ഇത് കിട്ടാനുള്ളത് അവരിൽ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ അടിക്കും. അതുപോലെ തെറ്റുകൾക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇവർക്ക് കൊടുത്ത് ആ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് എവിടേക്ക് പോകുള്ളൂ? സ്വർഗത്തേക്ക് പോകുള്ളൂ. അപ്പൊ ഹൈസ്കൂളിൽ സ്വർഗത്തിൽ പോകുന്ന അങ്ങനത്തെ ആളുകളും ശരിയാ പോലും പോകൂല. അത്ര വലിയ കടുപ്പമുണ്ട് നമ്മുടെ ആളുകളുമായിട്ടുള്ള ഹക്കടപാടില് എന്ന് മനസ്സിലാക്കണം. തിരുനബിത്തങ്ങൾ ഹജ്ജിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ചോദിച്ചൊരു സഹാബി ഉണ്ടായിരുന്നു. ഹജ്ജ് കൊണ്ടുള്ള നേട്ടം എന്താണ്? അള്ളാന്റെ ദൂതർ പറഞ്ഞു, ഉമ്മ പ്രസവിച്ച അന്നത്തെ കുഞ്ഞുപോലെ പരിശുദ്ധനായിട്ട് പോകും. എല്ലാ പാപവും പുറത്തു നബിയെ, ആ പുറത്തും ചെറുതും വലുതും ഒക്കെ പുറത്തു നബിയെ, എല്ലാ തെറ്റുകളും സന്തോഷവാനായിട്ട് തിരിച്ചു പോവുക.
പോകുന്ന സമയത്ത് അയാൾ തിരിച്ചു വിളിച്ചു, ഒന്നുകൂടി കൊണ്ടുപോകാൻ, നിന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നതാണ് ചോദ്യാർത്ഥം. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഹജ്ജ് ചെയ്താൽ ചെറുതും വലുതും തടിച്ചതും വലിച്ചതും എല്ലാ തെറ്റും പുറക്കും എന്നാണല്ലോ, പുറക്കുമല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതേ വിധങ്ങൾ പറഞ്ഞു പുറക്കും, പക്ഷേ ആളുകളുമായിട്ടുള്ള ഹക്കടവാക്ക് ഒഴിവാണല്ലോ. അമറിനി ഹക്കട അമറിനി ജിബിരി. ഇപ്പൊ ജിബിരിയിൽ വന്നിട്ട് എനിക്കത് ഓർമ്മപ്പെടുത്തി തന്നത് അതും കൂടി ഉണ്ട്. അത് നമ്മള് പ്രത്യേകം പരിഗണിക്കണം. ആളുകളായിട്ടുള്ള ഹക്കടപാട് ഏതോണ്ട് കൊടുക്കൂല, ഹജ്ജുകൊണ്ട് കൊടുക്കൂല, അത് ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. അത് കൊടുത്തു തന്നെ വേണം, വാങ്ങിയത് കൊടുത്തന്നെ വേണം, പൈസ കൊടുക്കാനുള്ള അടുത്ത് കൊടുത്തന്നെ വേണം, പൊരുത്തപ്പെടിക്കാനുള്ള അടുത്ത് പൊരുത്തപ്പെടിക്കന്നെ വേണം, അല്ലാതെ രക്ഷപ്പെടാൻ കഴിയുക. അപ്പൊ അള്ളാന്റെ ഹക്കിനേക്കാളും കടപ്പം ആളുകളുടെ ഹക്കിനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവണം. അതിനെല്ലാം ഉതകുന്നതാണ് ധന്യരാക്കണേ അല്ലാഹ്. ആഫിയായ ഇൽമു കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധ റമളാൻ അവസാനിക്കുകയാണ്. നിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്കെല്ലാം ഗുണമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്ക് എതിരെയും സാക്ഷി പറയുന്ന മാസമാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധ റമളാൻ ഇനിയും ധാരാളം ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ. അതിനുള്ള ആയുസ്സും അതിന് സ്വീകരിക്കാനുള്ള തൗഫീഖും ഈമാനിക ബലവും ഉത്സാഹവും എല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, പൊറുക്കപ്പെടാത്ത പാപങ്ങളൊന്നും ബാക്കി വെക്കാതെ അല്ലാഹുവേ, ഈ റമളാനിനെ ഞങ്ങൾക്ക് ശുദ്ധിയുടെ വിശുദ്ധിയുടെ മാസമാക്കി തരണം. നീ എഴുത്തുക്ക് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എഴുത്തപ്പാക്കി തരണം. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാവരെയും ആ എഴുത്തുപ്പിൽ നീ ഉൾപ്പെടുത്തണം. ربنا عليك توكلنا وإليك أنبنا وإليك المصير. الحمد لله رب العالمين. السلام عليكم.